ഹലോ, ആ പറഞ്ഞോ. ഇല്ല സാറേ, സാറിന് അറിയാലോ, സാർ അവിടുത്തെ പോലെയല്ല സാറേ ഇവിടുത്തെ കേസുകൾ. ഇവിടെയൊക്കെ ചെറിയ ചെറിയ അല്ലിച്ചിൻ്റെ എന്തൊക്കെ കേസുകളേ ഉള്ളൂ. ഇതാ ഇപ്പം തന്നെ രാവിലെ തന്നെ ഇതാ ഒരു ടീമിനെ പിടിച്ചിട്ടുണ്ട്. എന്തോ അല്ലിച്ചിൻ്റെ കേസാന്ന് തോന്നുന്നു. ഞാൻ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുക. എന്തായാലും ഞാൻ ഇത് കഴിഞ്ഞിട്ട് സാറെ തിരിച്ചു വിളിക്കാൻ. ആ ഓക്കെ ഓക്കെ ഓക്കെ, ശരി ശരി ശരി. ഡോ, എന്തോടോ തൻ്റെ പേര്? ശിവൻ. ശിവൻ, എവിടെയാണ് തൻ്റെ വീട്? വീട് നിലമ്പൂര്. നിലമ്പൂര്. തൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചത് കഞ്ചാവ് മാത്രമാണോ അതോ മറ്റെന്തെങ്കിലും ഉണ്ടോ? അതന്നെ ഉള്ളൂ സാർ. അതന്നെ ഉള്ളൂ എന്നോ? എനിക്കെന്താ കഞ്ചാവ് ബിസിനസ് ഉണ്ടോ? ഇല്ല, അത് ഞാൻ എൻ്റെ ആവശ്യത്തിന് വേണ്ടി വാങ്ങിയതാണ്. അപ്പോൾ നീ കഞ്ചാവ് ഉപയോഗിക്കുന്ന ആളാണോ? ഒരു 10 കൊല്ലമായിട്ട് എപ്പോഴെങ്കിലൊക്കെ, എന്നുമില്ല, എപ്പോഴേലൊക്കെ ഉപയോഗിക്കലുണ്ട്. അതൊന്നല്ലല്ലോ, തന്നെ കണ്ടിട്ടൊരു കള്ള ലക്ഷണം ഉണ്ടല്ലോ. തനിക്ക് ഈ ഫോട്ടോയിലുള്ള ആളറിയോ? ഈ ഫോട്ടോയിലുള്ള ആളറിയോ? ഇല്ല, കണ്ടിട്ടില്ല. ഒന്ന് ശരിക്കും നോക്കിയേ. ഇതുവരെ കണ്ടിട്ടില്ല. എടോ, ഇയാൾ തൻ്റെ ഫോണിക്ക് 3-4 വിളി വിളിച്ചിട്ടുണ്ടല്ലോ ഈ ആഴ്ചയിൽ തന്നെ. അത് ഫോണല്ല സാറേ, ആരൊക്കെ വിളിക്കും? നീ സത്യം പറ, നീ ഇയാളെ ഏജന്റാണോ അതോ ഇയാളെ ഏജന്റാണോ? സത്യം പറഞ്ഞോ. അല്ല. നീ പറഞ്ഞോണം, അല്ലെങ്കിൽ ഞാൻ ആരാന്ന് എനിക്ക് ശരിക്കും മനസ്സിലാവും കേട്ടോ. സാറേ, നിങ്ങൾ നമ്മളങ്ങനെ ഞെട്ടിക്കുമ്പോൾ ഇതിൻ്റെയൊക്കെ വലിയ വലിയ ആൾക്കാരുണ്ട് ഇവിടെ, അവരൊക്കെ പോയി ഞെട്ടിക്കണ്ടേ? ഇതിലിപ്പോൾ എന്താ കേസ് വരിക നമുക്കറിയാം. താൻ എന്നെ പഠിപ്പിക്കാൻ നിൽക്കണ്ട, പറഞ്ഞ മനസ്സിലാ. ചോദിച്ചിന് മാത്രം മറുപടി പറയാം, അല്ലൊക്കെ തന്നൊക്കെ പൂട്ടാൻ തിരിക്കാൻ കയറുള്ളൂ. നീ എന്താ കരുതിയിരിക്കുന്നത്? മര്യാദയ്ക്ക് പറ. നിനക്ക് എവിടുന്ന കഞ്ചാവ് കിട്ടുന്നത്? എനിക്ക് അവിടുന്ന് കോഴിക്കോട്ട് നിന്ന് വരുന്നതാണ്. ആരാ കൊണ്ടിരുന്നത്? അത് വേറൊരാളെ, നിങ്ങളറിയില്ല. ഞാൻ അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ചോദിക്കുന്നത്. എനിക്കും അറിയില്ല, പേരൊന്നും അറിയില്ല, അവര് കൊടുത്തയക്കുന്ന. അത് കുറച്ച് സത്യം പറഞ്ഞോണോ. നിന്റെ കൂടെ നിന്നാ നിനക്ക് കാര്യമുണ്ട്, ഇല്ലെങ്കിൽ പണി കിട്ടും നിനക്ക്. ആരാ കൊണ്ടുവന്നെന്ന് പറഞ്ഞോ? എന്ത് പറഞ്ഞാലും നിങ്ങൾ ലാസ്റ്റ് കൂട്ടിക്കൂട്ടും, അത്രയല്ലേ ഉള്ളൂ. അതൊക്കെ പോട്ടെ. തനിക്കിവിടെ ഇവിടെ മയക്കുമരുന്നുമായിട്ടോ MDMAയിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും ഇതുമായിട്ട് ബിസിനസ് ചെയ്യുന്ന ആരെങ്കിലും അറിയാം? ഞാൻ പറഞ്ഞില്ല സാർ, എനിക്കറിയില്ല. തനിക്കറിയാം, തനിക്ക് എല്ലാം അറിയാമെന്ന് എനിക്കറിയാം. അതറിയോ? ഞാൻ പറയാം സാർ, പക്ഷെ നമുക്കൊരു പണി വരും. ഞാൻ അവിടെ കുട്ടികളും മക്കളൊക്കെ ആയിട്ട് താമസിക്കണം. ഓലൊക്കെ എന്തിനും മടിക്കാത്ത ആൾക്കാർ. നിങ്ങൾക്കൊരു കേസ് കിട്ടിയാൽ മതി, ബാക്കി ഞാൻ അവിടെ നിന്ന് പോകണ്ടേ. ഇവിടെ തനിക്കൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. നീ ആ കാര്യങ്ങൾ ആരൊക്കെയാ എന്തൊക്കെയാന്നുള്ള ഡീറ്റെയിൽ ഇവിടെ പറഞ്ഞു കൊടുക്കുക. നിന്നെ ഞാൻ ഈ കേസ് നൈസായിട്ട് ഒഴിവാക്കിത്തരാം. അതല്ലാന്നുണ്ടെങ്കിൽ ഈ കേസിലിട്ട് തന്നെ ഞാൻ പൂട്ടും. ഞാനാണ് ഇതിന്റെ പിന്നിലെന്ന് ആരോടും ഞാൻ പറയില്ല. ഓക്കെ, എന്നാ നമ്മള് നോക്കാം. ഹലോ, ഇപ്പോൾ ഇതൊക്കെ എഴുതി വാങ്ങിച്ചേ. ശരി, നമുക്കൊന്ന് പോയി കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ചെയ്ത് പറഞ്ഞു. ഇപ്പൊ പറഞ്ഞു ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ചെല്ലേ. എടോ, അവനെ കാണുന്നില്ലല്ലോ, സമയം ഒരുപാടായല്ലോ. ബോസേ, ടെൻഷൻ അടിക്കണ്ട, അവൻ വരുന്നു. വരണം. ഇത് കളി ചെറുതല്ല, കുറച്ച് വലുതാണ്. ഞാൻ വന്നല്ലോ. വെൽ ഡൺ. നിന്നെ എനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു. സന്തോഷം. നിങ്ങൾ എന്നെ ഏൽപ്പിച്ച പണി ഞാൻ വൃത്തിയായി ചെയ്തു. ഇത് എത്ര കോടിയുടെ മുതലാന്ന് നിനക്കറിയോ? പറ, നിനക്കെന്താണ് വേണ്ടത്? എനിക്കൊന്നും വേണ്ട ബോസ്, നിങ്ങളെ കൂടെ എന്നെ കൂട്ടിയല്ലോ, എനിക്കത് മതി. നമുക്കിനി പലതും ചെയ്യാനുണ്ട്. ഞാനുണ്ടാവും കൂടെ. ബോസ്, ഒരു മിനിറ്റ്.
എടോ, നമ്മളെ കൂടുള്ളവർ വർഷങ്ങൾ കൊണ്ട് ചെയ്യാൻ പറ്റതാണ് അവൻ ഒരാഴ്ച കൊണ്ട് ചെയ്തു തീർത്തത്. ശരിയാ, പക്ഷേ സൂക്ഷിക്കണം. നീ എന്താണ് ഉദ്ദേശിച്ചത്? ഇത്രയൊക്കെ അവർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമ്മളെ തകർക്കാൻ അവന് നിമിഷ നേരം മതി. അതെ, നീ പറഞ്ഞത് ശരിയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവനെ തീർത്ത് കളയാം. അതെ, നല്ല തീരുമാനം. ഹലോ ഹലോ. ആ ഏട്ടാ, രമേശനാണ്. ആ രമേശ, പറ രമേശ. പിന്നെ നമ്മളെ വീട് ജപ്തി ആയിട്ടുണ്ട്. അപ്പൊ നീ എന്താ പൈസ അടച്ചില്ലേ? പൈസ അടക്കാൻ എനിക്ക് ഏട്ടാ ആ പൈസ കിട്ടിയില്ല. ആണോ? എന്താ ചെയ്യാ? ഇപ്പൊ എന്താ ചെയ്യാ? ഏട്ടനെ എവിടുന്നേലും കുറച്ച് പൈസ എങ്ങനെയാലും ഒപ്പിച്ച് തരുമോ? എന്റെ അടുത്ത് എവിടുന്നാണ്? ഞാൻ ആ വീട് പണിയൊക്കെ ആയിട്ട് എന്റെ അടുത്ത് ഒരു പൈസ ഇല്ല. ഞാൻ ഏട്ടന് തന്ന പൈസ ചോദിക്കല്ല, പക്ഷെ ഇനിയിപ്പൊ കിട്ടാതെ അമ്മനെയും കൊണ്ട് ഞാൻ എങ്ങോട്ടാ പോവാ? അറിയില്ല രമേശ, ഞാൻ കുറച്ച് തിരക്കില്ല. നീ പിന്നെ വിളിക്കാം. അതിൽ എന്റെ അടുത്തൊക്കെ പൈസ ഇല്ലടാ കേട്ടോ. ഞാൻ പിന്നെ വിളിക്കും. ഞാൻ കുറച്ച് തിരക്കില്ല. ഓക്കെ. ആ ചെറിയമ്മേ, രമേശനാണ്. ആ എനിക്ക് കുറച്ച് പൈസ തിരിച്ചു തരാൻ പറ്റുമോ? ഒന്നുമില്ല, ആ ജപ്തി വന്നിട്ടുണ്ട് വീടിന്റെ. അപ്പൊ ഈ 14-ാം തീയതിയാണ് ഓൾക്ക് അടക്കേണ്ടത്. ഇല്ലേ? ആ ഓക്കെ. സതീശ, ആ രമേശ, എന്ത് പറ്റി? ഒന്നുമില്ലക്ക. ഭയങ്കര വിഷമമുണ്ടല്ലോ. എന്റെ വീട് ജപ്തി ആയിട്ടുണ്ട്. തന്നെ? ഈ ആഴ്ചയിലാണ് ജപ്തി. എന്നിട്ടൊന്നും ആയില്ല? ഞാൻ അധ്വാനിച്ചിന്റെ 3/4 ഭാഗം ജ്യേഷ്ഠന്മാർക്കും കുടുംബങ്ങൾക്കാണ് കൊടുക്കില്ല. അപ്പൊ ഞാനൊന്ന് കുടുങ്ങിയാറപ്പോ ഒരു മനുഷ്യനെ സഹായിച്ചല്ല. ഫോൺ വിളിച്ചെടുക്കാൻ വരെ ആൾക്കാർക്ക് മടി. അമ്മന്റെ കൂടെ താമസടാ? അമ്മന്റെ കൂടെയാണ് താമസം. ആ അമ്മനെയും കൊണ്ട് ഞാൻ എങ്ങോട്ടാ പോവാ? സാരല്ലടാ, എന്തേലൊക്കെ ഒരു വഴി ഉണ്ടാവൂടാ. എന്തുവായി? മുട്ടാല വാതിലൊക്കെ ഞാൻ മുട്ടിക്കഴിഞ്ഞു. ഇനിയിപ്പോ എന്താ നീ ചെയ്യാ? എന്താ ചെയ്യാ? ഒരാളെ കൊന്നിട്ടാണെങ്കിലും ഞാൻ എന്റെ കാര്യം നടത്തും. എനിക്ക് എന്റെ അമ്മനെ നോക്കണം. ഹലോ, ആ പീതാമരാ, ഞാൻ ഈ പാലത്തിന്റെ ഇപ്പുറം നിൽക്കുന്നുണ്ട്. അതെ, അവിടുന്ന് ഒരു വണ്ടി വന്നതിലൊരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. അതിനകത്ത് എന്തെങ്കിലും സാധനം ഉണ്ടോ ഞാനൊന്ന് നോക്കട്ടെ. നിങ്ങളൊരു കാര്യം ചെയ്യ്, നിങ്ങൾ ആ പാലത്തിന്റെ അപ്പുറം നിൽക്കുക. ഞാൻ വിളിക്കുമ്പോൾ ഇങ്ങോട്ട് വന്നാൽ മതി കേട്ടോ. ഓക്കെ, ശരി ശരി ശരി. ആ എന്താ ഇതിനകത്ത്? ചെങ്കല്. അപ്പൊ എവിടുന്ന് വരുന്നത് നിങ്ങള്? കണ്ണൂരിൽ നിന്ന് ചെങ്കലും കിട്ടും. കണ്ണൂരിൽ നിന്ന് ചെങ്ങലിൽ കൊണ്ടുവന്ന് ഇവിടുന്ന് കിട്ടാൻ പോവാം. അപ്പൊ ഇറക്കിയിട്ട് പോകണം. എന്നാ ശരി കേട്ടോ. ഓക്കെ. എന്തോടെ താൻ കുറെ നേരമായിട്ട് എന്നെ ഫോളോ ചെയ്യുന്നു? എന്തിനാന്ന്? സാറിനോട് ഒരു കാര്യം പറയാൻ. എന്ത് കാര്യം? ഒന്ന് മാറി ഇങ്ങോട്ടും
വിട്ടോ വിട്ടോ കണ്ണു തോന്നുന്നു. അത് ടെൻഷൻ അടിക്കല്ലേ, നോ പ്രോബ്ലം. ശരിടാ, അവൻ പണി പറ്റിച്ചല്ലോ. അവൻ എസ് ഐനോട് എല്ലാം പറഞ്ഞെന്നാ തോന്നുന്നു. ഇനിയിപ്പോ എന്താ ചെയ്യാ? എസ് ഐനെ ഞാൻ തട്ടിക്കളയാം. ഇനിയിപ്പോ അതാ നല്ലത്, തട്ടിയേക്കാം. വേറെ രക്ഷയില്ല. എന്താണ് അവിടെ വിളിച്ചത്? എന്തോട് താൻ അങ്ങനെ പറഞ്ഞു? നിങ്ങൾക്കിപ്പോ നമ്മളൊന്നും ആവശ്യമില്ലല്ലോ. എല്ലാ കാര്യം തന്നെയല്ലേ ഏൽപ്പിക്കല്, പിന്നെന്താ അങ്ങനെ? എന്ത് കാര്യം? നിങ്ങൾ ഈ ചെറിയ ചീള് കേസുകൾ നമ്മളെ ഏൽപ്പിക്കും, വലിയ കേസുകൾ നിങ്ങൾ ആർക്കെങ്കിലും കൊടുക്കും. എടോ, ഒരു കോൾ ഒത്തു വന്നിട്ടുണ്ട്. അതെന്താ? ഒരാളെ തട്ടണം. തട്ടാനോ? ആരെ? ഒരു പോലീസുകാരനാ. പോലീസുകാരൻ? അതെ, 5 ലക്ഷം തരും. എന്താണ് ഇവിടെ കയ്യും കാലും വെട്ടാൻ പോയ കിട്ടും 5ഉം 10ഉം, പിന്നീട് ഒരാളെ തട്ടാൻ, അതും ഒരു പോലീസുകാരനെ. അണ്ണ പണി നോക്ക്. എത്ര വേണമെന്ന് എനിക്ക്? എനിക്ക് 25 ലക്ഷം രൂപ വേണം. പറ്റുമോ? 25 ലക്ഷം വേണമെങ്കിൽ മതി. ഞാൻ ബോസിനെ ഒന്ന് വിളിക്കട്ടെ. ആ ഹലോ ബോസേ. ആ പറ. ആ ഇവന് 25 ലക്ഷം വേണമെന്നാ പറയുന്നത്. 25 ലക്ഷോ? ഓക്കെ, കൊടുക്കാന്ന് പറ. ഓക്കെ, അത് ഏറ്റുണ്ട്. ആളോടെ? ഇതാണ്. ഓക്കെ, ആ ഫോട്ടോ എൻ്റെ മൊബൈലിൽ സെൻഡ് ചെയ്താൽ മതി. ഓക്കെ. പിന്നെ ക്യാഷിൻ്റെ കാര്യമൊക്കെ എങ്ങനെ? സംഭവം കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്പോട്ടിൽ തൻ്റെ കയ്യിൽ കാശെത്തും. ആ, എനിക്കാണെങ്കിൽ വിശ്വാസം. ആടെ സ്പോട്ട്? ഹൈവേ റോഡ് സൈഡ്. രാത്രി 9 മണിക്ക് അയാൾ വീട്ടിലെത്തും. ആ വീട്ടിൽ അയാൾ തനിച്ചാ. തനിക്ക് കാര്യങ്ങൾ ഈസി ആയിരിക്കും. ബാക്കിയായി നോക്കിക്കൊള്ളണ. ശരി, ഓക്കെ. സാറേ, പിന്നെ എന്താ പ്രശ്നം എന്നറിയോ സാറേ? നമുക്കൊരു പരിധിയില്ല സാറേ. നമ്മളെ സ്റ്റേഷൻ പരിധിയിൽ വെച്ച് നോക്കുമ്പോൾ നമുക്കൊരു പരിധിയുണ്ട്. പക്ഷെ എന്നാലും ഞാൻ കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നുണ്ട് സാറേ. ഇല്ല, ഞാനത് സെറ്റായിക്കോളൂ സാർ. ഓ ശരി, ആയിക്കോട്ടെ. ആ ഓക്കെ സാർ. ഇല്ല സാറേ, ഞാൻ ഇന്ന് കുറച്ച് ടയേർഡായതുകൊണ്ടേ കുറച്ച് നേരത്തെ ഇറങ്ങിയുള്ളൂ. ഇല്ല, രാവിലെ ഞാൻ കാര്യങ്ങളൊക്കെ സെറ്റായിക്കോളൂ സാർ. ഇല്ല, ഓക്കെ സാർ. ശരി. ആ ആയിക്കോട്ടെ സാർ. ഓക്കെ, ശരി. ഓ